ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ UPSCക്ക് ചോദിച്ച ഗണിതത്തിലെ ചോദ്യങ്ങളാണ്. സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? സ്ക്രീൻ കാണത്തില്ലേ? സ്ക്രീൻ കാണണോ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗണിതത്തിൽ നമ്മുടെ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം ഇതിലുള്ള 15-ൽ എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതല്ലേ. പക്ഷേ 2-3 എണ്ണത്തിന് ചില കാൽക്കുലേഷൻ കൂടുതലായിട്ടുള്ള കണക്കുകളുണ്ട് അല്ലേ. അത് തന്നെയാണെങ്കിലും നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ബാക്കിയുള്ള എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തപ്പിയാൽ മനസ്സിലാവും. നമ്മൾ ചെയ്തതിനെത്തുന്നുണ്ട് ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഡിറ്റോ ആ പാറ്റേൺ തന്നെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. നമ്പറിന് മാത്രമേ ചെറിയൊരു വ്യത്യാസം അവിടെ ഉള്ളൂ. അപ്പം LPSCക്കും സെയിം പാറ്റേൺ തുടരാം. പക്ഷേ ഗണിതത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടത് ഡയറക്റ്റ് ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റോ അതുപോലുള്ള മാച്ച് ഫോളോയിങ് ടൈപ്പോ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പുള്ള LPSC പരീക്ഷകൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സ്റ്റേറ്റ്മെൻറ്റും മാച്ച് ഫോളോയിങ് പോലെയുള്ള സമയം കളയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ LPSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷയിൽ അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്കറിയാം UPSC കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. LPSC അത്രയും എളുപ്പമാകുമെന്ന് വിചാരിക്കരുത്. കാരണം കട്ട് ഓഫ് എപ്പോഴും കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പരീക്ഷ ടൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ നിന്നുകൊണ്ട് പഠിക്കാനായിട്ട്. സോ നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2⁵3 × 5⁴ വില എത്ര? ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് 2 രീതിയിൽ സോൾവ് ചെയ്യും അല്ലേ. ഒന്നെങ്കിൽ നമുക്കറിയാം ചെറിയ പവറാണ് മുകളിലുള്ളത്. സോ നമുക്കിതിനെ 2⁵3 എന്ന് പറഞ്ഞാൽ എന്നാ 2 × 2 × 2 അല്ലേ. 2 × 2 × 2 പ്ലസ് 5⁴ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥമാക്കുന്നത് 5നെ 4 വട്ടം എഴുതണം. 5 × 5 × 5 × 5 അല്ലേ. നമുക്കറിയാം 2 2 4 4 2 8 8 ഗുണം 8 ഗുണം 5 5 25 5 5 25 അല്ലേ. സോ 8 ഗുണം 25 ഗുണം 25. നമ്മൾ 25ൻ്റെ സ്ക്വയർ പഠിച്ചാണ് എത്രയാണ് 625 അല്ലേ. അപ്പോൾ 8 ഗുണം 625 വാല്യൂ കിട്ടും. എത്രയാണ് 5000 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. ഇനി അതല്ല നമുക്ക് പവർ വെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളറിയാം നമുക്ക് പവേഴ്സ് സെയിം ആക്കുവാണെങ്കിൽ പരിപാടി പെട്ടെന്ന് തീരും അല്ലേ. എങ്ങനെ പവർ സെയിം ആക്കും? ഇവിടെ നമുക്ക് 3യുടെ പവർ, ഇവിടെ നമുക്ക് 4ൻ്റെ പവർ ഉള്ളത്. നമുക്ക് ഇതിനെ രണ്ടിനെ എങ്ങോട്ട് കൊണ്ടുവരാം? 3ൻ്റെ പവറിലേക്ക് കൊണ്ടുവരാം. 3ൻ്റെ പവറിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നാ വരും? രണ്ടാമത്തെ രീതി കേട്ടോ. ഒന്ന് 2⁴ × 5⁻3 എഴുതിയാൽ പിന്നെ എത്ര 5 മിച്ചമുണ്ട്? ഒരു 5 കൂടി മിച്ചമുള്ളൂ അല്ലേ. അപ്പോൾ 5⁻3 × 5 എന്ന് വരും. ഇതിനെ ബ്രാക്കറ്റിലാക്കി നമുക്കറിയാം A⁻m × എന്താണ് B⁻n എന്ന് പറഞ്ഞാൽ AB⁻m എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എഴുതാം അല്ലേ. കാരണം പവർ 2 സെയിം ആയതുകൊണ്ട് നമുക്ക് ബേസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാൽ മതി. നമ്മൾ പഠിച്ച റൂൾ എന്നായിരുന്നു A⁻m × B⁻m = AB⁻m എന്നാണ് പഠിച്ചത്. അപ്പോൾ നോക്കിയേ AB⁻m ഏതിൻ്റെ സ്ഥാനത്ത് 2, ബിയുടെ സ്ഥാനത്ത് 5. അപ്പം 2 ഗുണം 5 പവർ 3 × 5 എന്ന് പറഞ്ഞ് വരും അല്ലേ. നമുക്കറിയാം I2 എത്രയാണ്? 10⁻3 × 5. 10⁻3 എത്രയാണ്? 1000. സോ 1000 × 5 വരുമ്പം 5000. കണ്ടോ, ഇങ്ങനെ 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നമുക്കറിയാം 45 സെക്കൻഡ് നമുക്ക് LPSC പരീക്ഷയ്ക്ക് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേത് മെത്തേഡാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, കാൽക്കുലേഷനൊക്കെ പടയം ചെയ്യുമെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പവേഴ്സ്, എക്സ്പോണൻസിൻ്റെ പവേഴ്സ്, കൃത്യങ്ങളുടെ റൂൾസ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയാണ് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. കൃത്യങ്ങൾ റൂൾ വെക്കുന്നതായിരിക്കും ഒബ്വിയസ്ലി എളുപ്പം. പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം തെറ്റിപ്പോകരുത്. ബേസാണ് ഡിഫറൻറ്റ്, നമ്മുടെ എക്സ്പോണൻസ് കൃത്യങ്ങൾ സെയിം ആണ് കേട്ടോ. സെയിം ആക്കി എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. മേ ബി നമ്മുടെ LPSC പരീക്ഷയ്ക്ക് നമ്മുടെ ബാക്കിയുള്ള കൃത്യങ്ക നിയമത്തിൽ നിന്നായിരിക്കും ചിലപ്പം വരാൻ പോകുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള കൃത്യങ്ക നിയമങ്ങൾ എഴുതണ്ടേ. അപ്പോൾ എഴുതി വെച്ചോ. എന്താണ് ബാക്കി? നമുക്കറിയാം A⁻m അല്ലേ. A⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസ് 2 സെയിമും പവേഴ്സ് 2 വ്യത്യാസവും. കണ്ടോ, ബേസ് 2 A ആണ്, പക്ഷേ പവർ 2 വ്യത്യാസമാണെങ്കിൽ എന്തായിരുന്നു റൂള്? A⁻m + n. ഒന്നാമത്തെ റൂൾ ഇതാണ്. രണ്ടാമത്തെ റൂള് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. എന്തായിരുന്നു? A⁻m / A⁻n അല്ലേ. A⁻m എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് 2 വീണ്ടും സെയിം, പവർ 2 ഡിഫറൻ്റ് ആയിട്ട്
ഡിവിഷനായ അല്ലെങ്കിൽ ഹരണമാണ് ചോദിച്ചതെങ്കിൽ എന്താ വേണ്ടത്? എ റേസ് ടു എം മൈനസ് എൻ. ഇനി മൂന്നാമത്തെ റൂള് നമ്മൾ പഠിച്ചതായിരുന്നു എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ. നാലാമത്തെ റൂള് എന്താണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു ഇപ്പം അപ്ലൈ ചെയ്ത റൂള് എന്താണ്? എ ബി റേസ് ടു എം. എനെ ബി കൊണ്ട് ഗുണിച്ചിട്ട് പവർ അതേപടി എഴുതിയാൽ മതി. ഇനിയും ഒരെണ്ണം കൂടി നമുക്ക് ആവശ്യമുണ്ട്. എ റേസ് ടു എ ബൈ ബി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ ഡിവൈഡ് ബൈ ബി റേസ് ടു എൻ. അതായത് രണ്ടിനും പവർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ മിക്കപ്പോഴും പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു വാല്യൂ ആണ് വാട്ട് ഈസ് എ റേസ് ടു 0? എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു വാട്ട്? എനി നമ്പർ റേസ് ടു 0. ഏതൊരു ഇതിൻ്റെ മുകളിൽ 0 കൊടുത്താൽ വാല്യൂ എപ്പോഴും എന്നായിരിക്കും? എന്നതായിരിക്കും? എന്നാ? എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു എന്നതാ? 0 ആണോ? എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു എന്നാ? എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു എനി നമ്പർ റേസ് ടു 0 1 കേട്ടോ, ഓർത്തിരിക്കണം. അത് മിക്കപ്പോഴും പരീക്ഷാപ്പുറയിൽ ആവർത്തിക്കുന്ന ഒരെണ്ണമാണ്. എ റേസ് ടു 0 ഈസ് ഈക്വൽ ടു എനി നമ്പർ പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇപ്പോൾ 100 പവർ 0 ആയാൽ 1, 10 പവർ 0 ആയാൽ 1, ഏത് പവർ ആണെങ്കിലും അതിൻ്റെ 0 ആണ് എന്തെന്ന് നമ്മുടെ പവർ എങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. പിന്നെയുള്ള ഒരെണ്ണം ഇത് അത്ര അങ്ങനെ ചോദിച്ചു കണ്ടില്ല. എ റേസ് ടു എം ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ പവർ താത്ത് 1 ബൈ എ റേസ് ടു മൈനസ് എം എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. സോ ഇത്ര റൂൾ ഓർത്തിരിക്കണം. മേ ബി അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും വെച്ചായിരിക്കും ചെയ്യാൻ വരുന്നത് കേട്ടോ. പവറിൻ്റെ ഇതാകുമ്പം എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള എ വാല്യൂ സെയിമും എക്സ്പോണൻസ് കൃത്യങ്ങളുടെ വാല്യൂ ഡിഫറൻറ്റും ആണെങ്കിലുള്ള 2 റൂള്. ഇതാണെങ്കിലോ എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ, ഒരു പവറിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പവർ കൂടി കിടക്കുകയാണെങ്കിൽ എ റേസ് ടു എം എൻ, 2 പവർ തമ്മിൽ ഗുണിച്ചെഴുതണം. ഇവിടെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത റൂള് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ 2 സെയിം പക്ഷേ ബേസ് 2 ഡിഫറൻ്റ് ആണെങ്കിൽ എനെ ബി കൊണ്ട് ഗുണിച്ചിട്ട് പവർ അതേപടി എഴുതണം. ആ റൂളാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നത്. സോ അതിൻ്റെ ആദ്യമായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? നമ്മുടെ 7-ലൊക്കെ തുടങ്ങുന്നതാണ് ഈ ദശാംശ സമ്പ്രദായം. നമുക്ക് 6ാം ക്ലാസ് തൊട്ട് ബേസ് ഉണ്ടെങ്കിൽ പോലും 7-8 ക്ലാസ്സുകളിലാണ് ഇതുപോലെയുള്ള ദശാംശ സമ്പ്രദായത്തിൻ്റെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 അതിന് തുല്യമായിട്ടുള്ള ദശാംശ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കണക്ക് എങ്ങനെയായിരുന്നു ചെയ്തത്? പരീക്ഷാകാളി വെച്ച് എങ്ങനെ ചെയ്തത്? ഒന്നെങ്കിൽ നമുക്ക് LCM സെയിം ആക്കി ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചാണെങ്കിൽ ചെയ്യാം അല്ലേ? വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യുമ്പം എങ്ങനെ വരും? നമുക്കിപ്പോൾ നോക്കിയേ 4/20 കട്ടാക്കി മാറ്റിക്കൂടെ? പെട്ടെന്ന് കട്ടാക്കി മാറ്റാൻ മേലേ എങ്ങനെ മാറ്റും? 4/20 നമ്മൾ മാറ്റി എഴുതുവാണ് 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000. നമുക്കൊന്ന് മാറ്റി എഴുതാം. 4/20 പ്ലസ് അടുത്ത തന്നെ ആയിരുന്നു നമ്മുടെ 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 അല്ലേ? ഇനി ഓരോന്നോരോന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൂട്ടിയെടുക്കാം, പെട്ടെന്ന് ഉത്തരം കിട്ടും. നോക്കിയേ 4/20 കട്ടാക്കിയാൽ എന്നാ വരും? പെട്ടെന്ന് പറഞ്ഞു. 4/20 കട്ടാക്കി എന്നാ വരും? 20-ൽ എത്ര വട്ടം 4 ഉണ്ട്? 20-ൽ എത്ര 4 ഉണ്ട്? നമുക്കറിയാം I4 20. സോ 1/5 എന്ന് കിട്ടും. ഇനിയും 8-നെയും 200-നെയും ക്യാൻസൽ ആക്കിയാൽ നമുക്കറിയാം 2 വെച്ച് പെട്ടെന്ന് കട്ട് ചെയ്ത് നോക്കിയോ. ഇവിടെ 4 ആവും, ഇവിടെ 100 ആവും, ഒന്നുകൂടി കട്ട് ചെയ്യാം, 2 ആകും, 50 ആകും, വീണ്ടും കട്ട് ചെയ്താൽ 1/25 കിട്ടും അല്ലേ? 1/25 കിട്ടും. അടുത്ത് 32/2000 കട്ട് ചെയ്യണം, 2 വെച്ച് കട്ട് ചെയ്താൽ 16/2000 പകുതി 1000 വരും. പിന്നെ 16-നെ വീണ്ടും കട്ട് ചെയ്താൽ 16-ന്റെ പകുതി 8, 1000-ന്റെ പകുതി 500, വീണ്ടും കട്ട് ചെയ്ത് മാറ്റിയാൽ 8-ന്റെ പകുതി 4, 500-ന്റെ പകുതി 250 അല്ലേ? വേണമെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്യാം, 4-ന്റെ പകുതി 2, 250-ന്റെ പകുതി 125. അവിടെ വെച്ച് നിർത്തിക്കോണം. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ് 1/5 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇവിടെ 1-നെ 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടിയെടുക്കാൻ പറ്റുകയില്ല. സോ എന്ത് ചെയ്യണം?
മുകളിൽ പോയിന്റ് കൊടുക്കുക, 10 കൊടുക്കുക. 10ൽ എത്ര വട്ടം 5 ഉണ്ട്? 2 തവണ. സോ 0.2 പ്ലസ് ഉണ്ടോ. അടുത്ത വാല്യൂ നമ്മുടെ ഓപ്ഷനകത്ത് നോക്കിയാൽ മതി. 0.2ൽ തുടങ്ങുന്ന വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയാൽ ഉടനെ ഉത്തരം കിട്ടും. ഉണ്ടോ 0.2 തുടക്കം വരേണ്ടത് അല്ലേ. ഇവിടെ നോക്കിയാൽ 0.2ൽ ആയാലും തുടങ്ങുന്നുണ്ടോ? സി തുടങ്ങുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ ആയിരിക്കും ഉത്തരം വരേണ്ടതുണ്ടോ. ആ ഒരു സ്റ്റെപ്പിൽ തന്നെ കിട്ടും. ഇനിയും തിരക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കി അടുത്തത് 1/25 ചെയ്യണം അല്ലേ. 1/25 നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ 1/25 നമ്മൾ ചെയ്യുമ്പം നമുക്ക് കിട്ടും എന്താണ്? 1ൻ്റെ അകത്ത് 25 അടങ്ങത്തില്ല. ഇവിടെ 0 കൊടുത്തു, അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കണം. വീണ്ടും 0 കൊടുത്തു, ഒരു 0 കൊടുക്കണം. ഇനി 100ൽ എത്ര വട്ടം? 25 നോക്കണം. 100ൽ 4 വട്ടം. സോ 0.04 പ്ലസ് അടുത്തത് 2/125. എങ്ങനെ ചെയ്യണം നമുക്കറിയാം. 2/125 ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാ നമുക്കറിയാം 2ൽ അടങ്ങത്തില്ല, പോയിന്റ് കൊടുക്കണം. 20ൽ അടങ്ങത്തില്ല, 0 കൊടുക്കണം. 200ൽ അടങ്ങും. എത്ര വട്ടം? ഒരു വട്ടം അടങ്ങിയാൽ 125, റിമൈൻഡർ ശിഷ്ടം 75 കിട്ടും അല്ലേ. 75നെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ഇവിടെ കൊണ്ട് നിർത്തിയാൽ മതി. അപ്പം നോക്കി ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.01 ആണ്. എത്ര നമുക്ക് കിട്ടുമെന്ന് നോക്കി? 0.2 പ്ലസ് 0.04 പ്ലസ് 0.05 അല്ലേ. സോറി 0.01 അടുത്തതിൻ്റെ അകത്തുള്ള ഉത്തരം. കൂട്ടി നോക്കി നമുക്ക് ഉത്തരം ഉടനെ കിട്ടും. ആദ്യത്തെ 2 കിട്ടിയിട്ടേ പോരെ. 4 1 5, ഇവിടെ 2, ഇവിടെ പോയിന്റ്, ഇവിടെ 0. 0.25 സ്റ്റാർട്ട് ചെയ്യണം. 0.25 സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? ഓപ്ഷൻ സി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പ വഴി ചെയ്യാം. ഒബ്വിയസ്ലി കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദശാംശങ്ങളെ നമുക്ക് കൂട്ടാനായിട്ട് അറിയാമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. സോ നമുക്ക് കണ്ടോ ആദ്യമേ വേണമെങ്കിൽ ഉത്തരത്തിലേക്കൊക്കെ ദശാംശങ്ങൾ നമുക്കറിയാം. 1/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 0.2 കിട്ടും. അപ്പോൾ 0.2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവനെ കറപ്പിച്ചിട്ട് അടുത്തയിലേക്ക് ഉടനെ ഓടിപ്പോകാം. അതാണ് ഗുണമുള്ളത്. കാരണം നമുക്കറിയാം അടുത്ത വാല്യൂ എന്നാലും ഒരു ദശാംശം കൂടി മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ 0.2 കിട്ടിയാൽ അപ്പോഴേ നമുക്ക് ഉത്തരം കണ്ടു. ബാക്കി നോക്കി ഒരെണ്ണം 0.3ൽ, ഒരെണ്ണം 0.4ൽ, ഒരെണ്ണം 0.8ൽ. ഇൻ കേസ് ഇതും ഇപ്പോൾ 0.242 എന്നാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഡെസിമൽ ബേസ് കണ്ടുപിടിക്കാൻ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഡയറക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം PSCക്കകത്ത് നമുക്ക്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന, ഒരു ക്വസ്റ്റ്യൻ വെറും 45 സെക്കൻഡേ ഉള്ളൂ. ഈ ഒരു കണക്കൊക്കെ ചെയ്യാൻ 45 സെക്കൻഡ് മതിയെന്ന് തോന്നുന്നുണ്ടോ? പോരാ അല്ലേ. ഗണിതം അത്രയ്ക്ക് ബേസ് ഇല്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത ഇതിങ്ങനെ പതുക്കെ ചെയ്തു വരുന്നയാളെ സംബന്ധിച്ച് ഇത് ചെയ്യാൻ എനിക്ക് ഒരു 2.5 മിനിറ്റേലും മുകളിലെടുക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗണിതം അവസാനം ചെയ്യാനായിട്ട് വെക്കുക. ബാക്കിയുള്ള സോഷ്യൽ, സയൻസ്, അതുപോലെ തന്നെ സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാത്സിലേക്ക് ഇരിക്കാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ സമയം മൊത്തം ഇവിടെ പോകും. ഇതിൽ ആ പടം മാത്സിന് 15 ചോദ്യം ചോദിക്കത്തുള്ളൂ. ഈ 15 ചോദ്യത്തിൽ 1 മാർക്കിന് വേണ്ടി നിങ്ങൾ ബാക്കി 99 മാർക്ക് കളഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ ഇരുന്ന് പോയാൽ ബാക്കി 99 ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സമയം തികയാതെ വരും. ഈ ഒറ്റ ക്വസ്റ്റ്യന് വേണ്ടി നമ്മളിരിക്കും. കിട്ടുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടയാളപ്പെടുത്തായിരുന്നാൽ മതി, നെഗറ്റീവ് അടിക്കത്തില്ല കേട്ടോ. സോ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. സോ ഇത് ചെയ്യാനായിട്ട് പഠിക്കുക. അടുത്തത് ചോദിച്ചോ. കിട്ടും. നമ്മൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ അടുത്തതിന് ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കത്തില്ല വരുന്നത്. ഇതിപ്പോൾ LCM സെയിം ആക്കി നോക്കുമ്പോൾ 200 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും. 200 ഗുണിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. പക്ഷേ മറ്റേ രീതിക്ക് പഠിച്ചാൽ ഗുണം വെച്ചാൽ അടുത്ത വട്ടം ചിലപ്പോൾ ചോദിക്കുന്നത് ഈ ദശാംശങ്ങൾ കൂട്ടി കണ്ടുപിടിക്കാനായിട്ടായിരിക്കും. മനസ്സിലായോ? LCM ഉള്ള മെത്തേഡ് നമ്മൾ ഒരുപാടെണ്ണം ചെയ്തതാണ്. ആ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തു പോകാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സ് ഓഫ് വ്യൂവിൽ ഏത് കണക്കാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ. നമുക്കറിയാം ഗണിതത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, അല്ലാതെ ഒന്നിലധികം ഉത്തരങ്ങൾ വരത്തില്ല. ഒരു ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം ആ മെത്തേഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഒരു മെത്തേഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. കാരണം നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ദശാംശങ്ങൾ കൂട്ടാനായിട്ടായിരിക്കും. കാരണം LPയിലാണ് വരുന്നത്, കണ്ടോ, LP ക്വസ്റ്റ്യനാണ് വരുന്നത്. സോ ദശാംശങ്ങളുടെ അഡീഷൻ ആയിരിക്കും നമ്മളോട് കൃത്യമായിട്ടും ചോദിക്കാനുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ ഈ ദശാംശങ്ങളുടെ സ്ഥാനവിരള മനസ്സിലാക്കണ്ടോ. ഈ സ്ഥാനവിരളെ ഇങ്ങനെ എഴുതി കൂട്ടാനായിട്ടുള്ള ബേസ് ഫോർമാറ്റ് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും അടുത്ത വട്ടം LPയിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. UP കഴിഞ്ഞിട്ട് അതിനേക്കാളും ലോവർ ലെവലിലേക്ക് വരുമ്പോൾ ഇത് കൂട്ടാനായിട്ടുള്ള പരിപാടിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സോ അതിലേക്ക് ആ ഒരു ബേസ് കൂടി കിട്ടുക എന്നുള്ളത് കേട്ടോ. സോ ആ ഒരു നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡാണോ അതിലേക്ക് ചെയ്യുക എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം നമ്മൾ ഒരുപാട് വട്ടം ചെയ്തതാണ്. എന്താണ്? ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസം കൊണ്ടും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസം കൊണ്ടും ചെയ്യും. രണ്ടുപേരും ഒരുമിച്ച് രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട്
ആ ജോലി തീർക്കാം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേ സെയിം ഫോർമാറ്റ് നമ്മൾ ചെയ്തതാണ് ഇല്ലേ. നമുക്കറിയാം ജോലിയും സമയവും എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലേ. എന്തായിരുന്നു നമുക്കറിയാം, സമയവും പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള അല്ലേ എന്താണ്, 2 പേർ ഒരു ജോലി, ഒരാൾ ഒരു ജോലി 10 ദിവസം കൊണ്ട്, മറ്റേയാൾ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ 2 പേരും കൂടി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അതായിരുന്നു പാറ്റേൺ. നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം, AB/A+B അല്ലേ. 2 പേരും തമ്മിലുള്ള, ഇപ്പോൾ രാമുവിന് നമ്മൾ A എന്ന് കൊടുക്കുക, ബാലുവിന് നമ്മൾ B എന്ന് കൊടുക്കുക. അപ്പോൾ രാമു ചെയ്ത ജോലി ഇൻറ്റു ബാലു ചെയ്ത ജോലി ഡിവൈഡഡ് ബൈ 2 പേരും കൂടി ചെയ്ത ജോലി ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്, 10 ഗുണം 15 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 പ്ലസ് 15. നമുക്കറിയാം 15 ഗുണം 10 എന്ന് വെച്ചാൽ 150 ഡിവൈഡഡ് ബൈ 10 15 കൂട്ടിയാൽ 25 അല്ലേ. 180ൽ എത്ര വട്ടം 25 ഉണ്ട്, 100-നകത്ത് 4 വട്ടം ആകുമ്പോൾ 50-നകത്ത് 2 വട്ടം, 4 2 6 ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വേണ്ടത്. ഡയറക്റ്റ് ചോദ്യമാണ്, വേറെ അതിൻ്റെ അകത്ത് കുഴപ്പിക്കുന്ന രീതിയിൽ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ LP ലെവലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചാൽ മറ്റു ചോദ്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ 3 പേരുള്ളതുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ മിനിറ്റ് വെച്ചുള്ളതുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള ഇക്വേഷൻസ് വേണോ, ബാക്കിയുള്ള ഇക്വേഷൻസ് വേണോ? ഒരു ജോലി X ദിവസം കൊണ്ടും Y ഒരു ജോലി എടുത്ത് തരുന്നേക്കാം, ഇനി അതും ചോദിച്ചാലും അല്ലേ. ഓക്കെ, സമയവും പ്രവൃത്തിയും ഓക്കെ, ടൈം ആൻഡ് വർക്ക് കാണും. യെസ്, കിടക്കുന്നുണ്ടോ. A ഒരു ജോലി ഇതായിരുന്നു ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. A ഒരു ജോലി X ദിവസം കൊണ്ടും B അത് Y ദിവസം കൊണ്ടും ചെയ്താൽ 2 പേരും കൂടി ചെയ്ത് തീർക്കുന്ന എന്താണ് ജോലി എത്രയാണ് നമുക്കറിയാം, XY/X+Y. 2നെയും തമ്മിൽ ഗുണിക്കുക, അതിനുശേഷം 2ഉം തമ്മിൽ കൂട്ടുക. ഇപ്പോൾ നമുക്ക് 10 ഗുണം 15 ഡിവൈഡ് ബൈ 10 പ്ലസ് 15 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മളിപ്പോൾ ഇട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരാം. M1 ആളുകൾ D1 ദിവസം കൊണ്ടും, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. M1 ആളുകൾ D1 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ M1 D1 = M2 D2 ആയിരിക്കും. വേണമെങ്കിൽ ഇവിടെ M1 എത്ര, M2 എത്ര, D1 എത്ര, D2 എത്ര എന്ന് പറഞ്ഞൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇക്വേഷൻ അങ്ങോട്ട് വിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ നോക്കുക, M1 ആളുകൾ D1 ദിവസം കൊണ്ട് ചെയ്യും, M2 ആളുകൾ D2 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, M1 D1 = M2 D2. ഇപ്പോൾ നമ്മൾ പറയണം M1 ആളുകൾ 5 ദിവസം കൊണ്ടും അതുപോലെ തന്നെ 10 ആളുകൾ 7 ദിവസം കൊണ്ടും പൂർത്തിയാക്കുമെങ്കിൽ എന്താണ് M1 ആളുകളുടെ എണ്ണം എത്ര. അപ്പോൾ എന്നെ എടുക്കണം, M1 ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ അപ്പുറമുള്ള ഇട്ട് കൊടുക്കണം, M2 D2 ബൈ D1. അങ്ങനെ ഇക്വേഷൻ അങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് കളിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ആ ഉത്തരത്തിലേക്ക് വരികയുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ അതിനെപ്പറ്റി ചെയ്യിപ്പിച്ചതാണ്. പിന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് AB എന്നിവർ ഒരു ജോലി, 2 പേർ ഒരു ജോലി X ദിവസം കൊണ്ടും A ഒറ്റയ്ക്ക് അത് Y ദിവസം കൊണ്ടും ചെയ്താൽ B ഒറ്റയ്ക്ക് അത് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു നോക്കിയാൽ നമുക്കറിയാം എന്താണ് ഇതിനകത്ത് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഉണ്ടോ, AB എന്നിവർ ഒരു ജോലി X ദിവസം കൊണ്ടും A ഒറ്റയ്ക്കത് Y ദിവസം കൊണ്ടും ചെയ്താൽ B ഒറ്റയ്ക്കത് XY/Y - X ദിവസം കൊണ്ട് പൂർത്തിയാക്കും കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനായിട്ട് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ അവിടെ നമ്മൾ ഗുണിച്ചിട്ട് താഴെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമെങ്കിൽ രണ്ടാമത്തെ ആളിൽ നിന്നും ഒന്നാമത്തെ ആളെ മൈനസ് ആണ് ചെയ്യേണ്ടത്. 2 പേര് ഒരുമിച്ചാണെങ്കിൽ പ്ലസ് ചെയ്യണം, ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ മൈനസ് ചെയ്യണം കേട്ടോ. ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നാൽ മതി. പിന്നെയുള്ളത് 3 പേരാണെങ്കിൽ എന്താണ് കണ്ടോ, Aയും Bയും ഒരു ജോലി X ദിവസം കൊണ്ടും Bയും Cയും ഒരു ജോലി Y ദിവസം കൊണ്ടും Aയും Cയും ഒരു ജോലി Z ദിവസം കൊണ്ടും തീരുമെങ്കിൽ 3 പേരുടെ ഒരുമിച്ച് 2XYZ / XY + YZ + XZ ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. പിന്നെയുള്ള ഒരെണ്ണം, ഒരാൾ ഒരു ജോലി X ദിവസം കൊണ്ടും മറ്റേ ആൾ അതേ ജോലി Y ദിവസം കൊണ്ടും മൂന്നാമത്തെ ആൾ Z ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ XYZ / XZ + YZ + XY ദിവസം കൊണ്ട് അവരത് 3ഉം പൂർത്തിയാക്കും. അതിനെ ബന്ധിപ്പിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാണ്. ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ, ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതിനകത്ത് കണ്ടേക്കും, നമ്മൾ ഇപ്പം കിട്ടിയ ഉത്തരത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, ചോദിക്കാം കേട്ടോ. ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഒരു പൂർണ്ണവർഗ്ഗം ഏതാണ്? നമുക്കറിയാം പൂർണ്ണവർഗ്ഗം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 2 നമ്പറുള്ളതിനെ മാത്രം എടുത്താൽ മതി. ഇവിടെ നോക്കിയേ, ഡെസിമൽ പ്ലേസ് ഉള്ള 2 നമ്പറുള്ള ആര് മാത്രമേ ഉള്ളൂ, 2.5. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 1 നമ്പറേ ഉള്ളൂ, 0.25. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 2 എണ്ണം ഉണ്ട്. സോ ഇവൻ പറഞ്ഞ പോസിബിലിറ്റിയാണ്.
ഇവിടെ നോക്കുവാണെങ്കിൽ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 3 സ്ഥാനം 1 2 3, സോ അത് പറ്റത്തില്ല. ഇവിടെ നോക്കുവാണെങ്കിൽ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് 1 2 3 4 5 സ്ഥാനം, സോ ഇവനെ പറ്റത്തില്ല. 2 ഈവൻ നമ്പർ വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ? 0.25 മാത്രമേ ഉള്ളൂ. സോ ഇവനാണ് നമ്മുടെ ഉത്തരം കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ ഒരുപാട് ചെയ്തതല്ലേ. ഇതിൻ്റെ ചിലപ്പോൾ LP ലെവലിൽ ചോദിക്കുന്നത് ഇവ തമ്മിലുള്ള ആരോഹണ ക്രമത്തിൽ അവരോഹണ ക്രമത്തിൽ എഴുതാൻ വരാം കേട്ടോ. ഈ 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സംഖ്യാരേഖയിലെ 3/5നും 4/5നും ഇടയിൽ വരാത്ത ഭിന്നകം ഏതാണ്? നമുക്കറിയാം LP ലെവലിൽ വേണമെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതാൻ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വലുതേത് ചെറുതേത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ ഒരു പാറ്റേൺ കൂടി മനസ്സിലാക്കി വെക്കണം. അതിനെല്ലാം കോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോയതാണ്. ഓക്കെ, ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. നോക്കിയേ, 3/5നും 4/5നും ഇടയിലുള്ള എത്രയാണ്? സോ 5/3നും 5/4നും ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇവന്മാരുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അതാണ് ബേസ് ആയിട്ടുള്ള ഫോർമാറ്റ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഡെസിമൽ ഇട്ട് കണ്ടുപിടിക്കാം, പക്ഷേ ഡെസിമൽ ഇടാതെ മുകളിലൊരു 0 കൊടുത്ത് നമ്മുടെ 10ൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോൾ എങ്ങനെ ചെയ്യും? നോക്കിയേ, 30/5 എന്നാവും, ഇവിടെ 0 കൊടുക്കും, 40/5 എന്നാവും അല്ലേ. 30/5 40/5 നമുക്കറിയാം. 30ൽ എത്ര വട്ടം 5 ഉണ്ട്? 30ൻ്റെ അകത്ത് 6 30. സോ 6നും അതേപോലെ തന്നെ 40/5 അല്ലേ. 40ൽ എത്ര 5 ഉണ്ട്? നമുക്കറിയാം 8 40. 6നും 8നും ഇടയിൽ വരാത്ത ഭിന്നസംഖ്യയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2ന് പകരം എന്ത് കൊടുക്കാം? 20 കൊടുക്കാം. സോ നമുക്കറിയാം 20ൽ എത്ര 3 ഉണ്ട്? നമുക്കറിയാം 6 3 18. സോ 6 വട്ടം ഇവിടെ വരും. അടുത്തത് ഇവിടെ 50 കൊടുക്കാം. 8 40 അല്ലേ. 8 40 വരുമ്പം 6 8 48 ഉണ്ടോ? 6 8 48 വരെ അടങ്ങും. അപ്പോൾ ഇവിടെ 6 വരും. അടുത്തത് ഇവിടെ 30 കൊടുത്താൽ നോക്കി, 30/7-നകത്ത് 7 3 21, 7 7 74, 3 71, 4 7 28. സോ അതൊരിക്കലും അടങ്ങുകയില്ല. പിന്നെ ഇവിടെ 50/7 വരുമ്പം 7 7 49 അല്ലേ. 7 വരും ഇവിടെ ആൻസർ. നോക്കി, 6നും 8നും ഇടയിലാവേണ്ടത്. നോക്കി, ഇവിടെ 6 വന്നു, ഇവിടെ 6 വന്നു, ഇവിടെ 7 വന്നു. ഇടയിലില്ലാത്ത ആരാണ്? 4 ആണ് ഇല്ലാത്തത്. അപ്പം 3/7 ആണ് ഇവിടെ ഇല്ലാത്തത്. ഇനിയും മറ്റൊരു രീതിയിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് നമുക്കിവിടെ മനസ്സിലായല്ലോ, ഇപ്പം മാറിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ നമ്പേഴ്സിനകത്ത് ABCD എന്ന് എടുത്തേ. ഇവിടെ ഉത്തരം വരേണ്ടത് C ആണ്. അവൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 4 ആണ്. ഡെസിമൽ സ്ഥാനം വരുമ്പോൾ 0.4 വരുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാകാനാണ് മേളിലൊരു 0 കൊടുത്തത്. ഇനി ഇതല്ല നമ്മുടെ LPക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യം കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2/3 5/8 3/7 5/7 തന്നിട്ട് എന്ത് ചെയ്യും? ഇവയിൽ വലുതേത് ചെറുതേതെന്ന് ചോദിക്കും കേട്ടോ. മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം അല്ലേ. ഇങ്ങോട്ട് എഴുതി കാണിച്ചു തരാം. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ വാല്യൂസ് എല്ലാം. ഓക്കെ, 2/3 5/8 3/7 5/7 അല്ലേ. നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയപ്പം എന്താണ് നമുക്കറിയാം ഇതിൽ ചെറിയ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി 3/7 അല്ലേ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആലോചിക്കുക, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മളൊരു കോഡ് പഠിച്ചായിരുന്നു അല്ലേ. എന്ത് ചെയ്താൽ മതി? ഇവയെ തമ്മിൽ പരസ്പരം ഗുണിച്ച് നോക്കിയാൽ മതി അല്ലേ. അതിൽ ചെറിയ ചെറിയ ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്നെ എടുക്കും 2 × 8. 2 8 എത്രയാണ്? 8 8 16. 16 ഇവിടെ വന്നു. I 3 15. ഇതിൽ ചെറുത് ഏതാണ്? 15 ആണ്. സോ 15ന് താഴെയുള്ള വാല്യൂ എടുക്കാം. അടുത്തോട്ട് ഇക്വേറ്റ് ചെയ്യുക. 15ന് താഴെയുള്ള വാല്യൂ 5/8 ആണ്. അടുത്ത വാല്യൂ ആയിട്ടുള്ള 3/7 നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ ഈ പരിപാടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. I7 35, N3 എത്രയാണ്? 24 അല്ലേ. 3 24. ഇതിൽ ചെറുത് ഏതാണ്? 35 ആണോ 24 ആണോ? 24 ആണ് ചെറുത്. സോ 24 താഴെയുള്ള ഭിന്നസംഖ്യ എടുക്കുക, 3/7 എടുക്കുക, അവനെ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? അടുത്ത നമ്പർ ആയിട്ടുള്ള 5/7 ഇക്വേറ്റ് ചെയ്യുക. വീണ്ടും ഇതേ പ്രോസസ്സ് തുടരുക. 3 7 21, I7 35. ഇതിൽ ചെറുതാരാണ്? 3/7 കണ്ടോ. 21 ആണ് ചെറുത്. സോ 3/7 ആണ് ഇതിലേറ്റവും ചെറുത്. നമുക്ക് അവിടെയും കിട്ടിയതല്ലേ, 0.4 എന്നല്ലേ കിട്ടിയത്. സോ ഇത് തന്നെയാണ് ചെറുത്. ഇനി ഇതിൽ വലുത് ചോദിച്ചാലോ എന്ത് ചെയ്യണം? സെയിം പ്രോസസ്സിൻ്റെ അകത്ത് എന്നെ എടുക്കണം, വലിയ നമ്പർ മാത്രം എടുക്കണം. അതായത് എന്നോട് കാണിച്ചാൽ ഇതിൽ ഇപ്പോൾ ചെറിയ നമ്പർ ആണെങ്കിൽ 3/7 എടുക്കുക. വലിയ നമ്പർ ആണെങ്കിൽ ചോദിച്ചാൽ എങ്ങനെ എടുക്കണം? സെയിം ക്വസ്റ്റ്യൻ 2/3, 5/8, 3/7, 5/7. ഇതിൽ വലുതാണ് ചോദിച്ചതെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ മുമ്പ് കിട്ടിയെടുത്തെല്ലാം കണ്ടില്ലായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചെല്ലാം 0.6 0.6 0.6 0.7 എന്നാണ് കിട്ടിയത് അല്ലേ.
അപ്പോൾ നമുക്ക് അങ്ങനെ അതിൽ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കും. എളുപ്പമാണ്. ഇപ്പം ചെയ്ത രീതി തന്നെ ഫോളോ അപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം? 2 ഗുണം 8 3 ഗുണം 5. അപ്പം 8 8 16 ഇവിടെ എഴുതും. I 3 15 എഴുതും. ഇതിൽ വലുതെടുക്കണം. വലുത് ആർക്കാ വന്നത്? 16 ആണ്. സോ 2/3. അടുത്ത മൂന്നാമത്തേനുമായിട്ട് കമ്പയർ ചെയ്യണം. മൂന്നാമത്തേന് ഏതാണ്? 3/7. കമ്പയർ ചെയ്യുമ്പം 2 ഗുണം 7 3 ഗുണം 3. നമുക്കറിയാം 7 7 7 14 ഇവിടെ വരും. 3 9 ഇവിടെ വരും. അപ്പോൾ 14 വലിയ നമ്പർ കിട്ടിയത്. അതിൻ്റെ താഴെയുള്ള ഭിന്നസംഖ്യ ഏതാണ്? 2/3 ആണ്. സോ 2/3 അടുത്ത നമ്പർ 5/7 നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും. 7 7 7 14 ഇവിടെ വരും. I 3 15 കിട്ടും. സോ വലിയവൻ ആരാണ്? 5/7 ആണ് വലുത്. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. 0.7 ഇവിടെ വന്ന വലിയ വാല്യൂ ഉണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇതായിരിക്കും മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത് LP സ്റ്റാൻഡേർഡിൽ. UPയിലാണ്ട് മുമ്പ് എന്നാ ഈ പറഞ്ഞ പോലെ ഇടയിൽ വരാത്ത പിന്നെ ചോദിച്ചത്. LP സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 4ാം ക്ലാസ് വരെ എന്നാളും ചോദിക്കത്തില്ല. പക്ഷേ നമ്മളോടൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ലെവല് എന്നാണെങ്കിലും ചോദിക്കും. സോ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ. ആ കാര്യം ഓർക്കുക. സോ ഇവിടെ തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കാം. ഇനിയും ഇതിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് ഇത് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതാൻ. അങ്ങനെയാണെങ്കിൽ എന്നെ എടുക്കണം? ഈ മെത്തേഡൊന്നും പറ്റത്തില്ല. വാല്യൂ കണ്ടുപിടിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അത് മിക്കപ്പോഴും ചോദിക്കുന്നത് 1/2 1/4 അതുപോലെ തന്നെ 3/4 ഒക്കെയുള്ള വാല്യൂസ് വെച്ചായിരിക്കും ചോദിക്കുന്നത്. ആ പാറ്റേൺ നമ്മൾ ചെയ്തതാണ്. അതും കൂടി ഓർത്ത് വെച്ചിട്ട് പോകണം പോകാൻ കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 1/4 ആണെങ്കിൽ നമുക്കറിയാം വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചാണ്. 0.25 ആണ്. 1/2 ആണെങ്കിൽ 0.5 ആയിരിക്കും. 3/4 ആണെങ്കിൽ 0.75 ആയിരിക്കും. 1/4 എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 4. 1/2 സിമ്പിളായിട്ട് പറഞ്ഞാൽ അര. 3/4 സിമ്പിളായിട്ട് പറഞ്ഞാൽ 3/4 കേട്ടോ. അതിൻ്റെ വാല്യൂസ് ബൈ ഹാർട്ട് ആയിരിക്കണം. മിക്കപ്പോഴും ഇങ്ങനെയുള്ള പാറ്റേണും കൂടി ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. സോ അത് ഓർത്തിരിക്കണം. ഓക്കെ. ഇവിടെ കറണ്ട് പോയി കേട്ടോ, ഒന്നും വിചാരിക്കില്ലേ. യെസ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 സംഖ്യയുള്ള ഉസാഖ HCF 16 അവയുടെ ലസാഗു LCM 192 ആണ്. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഡയറക്റ്റ് ക്വസ്റ്റ്യനായി പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്നെ എടുത്താൽ മതി. നമുക്കറിയാം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ട് എന്നെ എടുക്കണം. 16 ഗുണം 192 ചെയ്തിട്ട് 64 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ എന്നാ വരും? 192 ഗുണം 16 ഡിവൈഡഡ് ബൈ 64. ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് UP ലെവലിൽ ചോദിച്ചത് വളരെ അതിശയം തന്നെ തോന്നുന്നു. സോ എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല. എന്നാലും നമുക്ക് കിട്ടിയല്ലേ, ചെയ്തേക്കാം അല്ലേ എന്തെങ്കിലും ആയിട്ട്. 192നെ 16 കൊണ്ട് ഗുണിച്ചിട്ട് എന്താണ്? 2 സംഖ്യകളുടെ ഉസാഗ തന്നിട്ട് അവയുടെ ലസാഖയും ഉണ്ടെങ്കിൽ ഒരു സംഖ്യ തന്നാൽ എന്നെ എടുക്കണം? ഉസാഗയും ലസാഖയും തമ്മിൽ LCM ഗുണം HCF ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന സംഖ്യ. അതാണ് ഇക്വേഷൻ. സോ 192 × 16 ഡിവൈഡ് ബൈ 64. 16നെ 64നെ വേണമെങ്കിൽ നമുക്ക് വെട്ടിമാറ്റാൻ പറ്റത്തില്ല. എത്ര വട്ടം? 6 4 24. സോ 4 വട്ടം അടങ്ങും അല്ലേ. എത്ര കിട്ടും നമുക്ക്? 1/4 എന്ന് പറഞ്ഞു വരും. സോ 192 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 192 ഡിവൈഡ് ബൈ 4 നമുക്ക് 48 ഉത്തരത്തിലേക്ക് വരും. ഓക്കെ. അതാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. 192 ഡിവൈഡ് ബൈ 4 16. ഏതെങ്കിലും ഒരു നമ്പർ മിക്കപ്പോഴും പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്നതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം കാണും കേട്ടോ. എല്ലാം കൂടി ഇട്ട് കാൽക്കുലേഷൻ അതിട്ട് സമയം പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതകൾ വളരെ 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 കുറവാണ്. എന്താണ് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യാൽ അത്രയും എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഉള്ളതെല്ലാം പോയിന്റ് 1ഉം പോയിന്റ് 0 1 ഒക്കെ ഇട്ട് ഗുണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഇവിടെ ഗുണിച്ച് നോക്കാം അല്ലേ. ഇവിടെ നോക്കിയേ, ഡെസിമൽ പ്ലേസ് നോക്കിയാൽ എന്ത് ചെയ്യണം? ഡെസിമലിൻ്റെ ഗുണനം നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്താൽ ഡെസിമൽ സ്ഥാനങ്ങൾ മാറ്റി ഗുണിക്കുക, ശേഷം ഡെസിമൽ പോയിന്റ്സ് കൗണ്ട് ചെയ്തിടുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെസിമൽ സ്ഥാനം മാറ്റുവാണെങ്കിൽ ആര് വരും? 1 ഗുണം 1. 1 ഗുണം 1 എത്രയാണ്? 1 തന്നെ. ഇനി എത്ര ഡെസിമൽ സ്ഥാനം ഉണ്ടെന്ന് എണ്ണണം. നോക്കിയേ, 1 2 3, ഒരിടത്ത് 3ഉം അപ്പുറേ 4 5, മൊത്തം 5 ഡെസിമൽ സ്ഥാനം മാറണം. അങ്ങനെയാണെങ്കിൽ എന്നെ എടുക്കണം? ഇവിടെ നമുക്ക് ഒരെണ്ണം കിട്ടി. 5 ഡെസിമൽ പ്ലേസിന് എന്നെ ഇട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. സോ 1 2 3 4, അഞ്ചാമത്തെ നമ്മൾ എന്നാ കൊടുക്കണം? പോയിന്റ് വേണം കൊടുക്കാൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടി 0.0001 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ബി നോക്കിക്കേ, ഉണ്ടോ? 101 ഗുണം 1 ചെയ്യേണ്ടത് ഡെസിമൽ സ്ഥാനം മാറ്റുമ്പോൾ. അപ്പോൾ നമ്മൾ അവസാനം വാല്യൂ തന്നെ വരും 101 എന്ന് പറഞ്ഞ് വരും ഡെസിമൽ സ്ഥാനം മാറ്റുമ്പോൾ. ഇനി ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്തേ, 1
2, 3, 4, 5 ഡെസിമൽ പ്ലേസ് മാറണം. നമുക്ക് ഓൾറെഡി ഇവിടെ 3 ഡെസിമൽ പ്ലേസ് മാറാനുള്ള 101 കിടപ്പുണ്ട്. സോ 1, 2, 3, 4. ഇനി അടുത്ത ഡെസിമൽ പ്ലേസ് ആരെ ഇടണം? 101 ഗുണം 1, 2, 3, 4, 5 അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നെ വരും 1, 2, 3, 4, 5. നമുക്ക് അടുത്ത വാല്യൂ എന്നെ കിട്ടും? പോയിന്റ് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ. അടുത്ത വാല്യൂ എന്നെ വരും? ഓക്കെ, 1, 2, 3, 4, 5, 6. 6 എണ്ണമില്ലേ? 3, 2, 5 എണ്ണം. ഓക്കെ. അടുത്ത വാല്യൂ നോക്കി, 0.001 × 101. ഇവിടെ നോക്കി 101 ആണ് അല്ലേ? 101 ഗുണം 1 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും 101 കിട്ടും. ഡെസിമൽ പ്ലേസുകൾ എണ്ണം 1, 2, 3, 4, 5, 6. അപ്പോൾ നോക്കി ഇവിടെ 3 പ്ലേസ് ഉണ്ട്. ബാക്കി 4, 5, 6ൻ്റെ സ്ഥാനത്ത് കുത്തു കൊടുക്കണം. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത് കുത്തു കൊടുത്ത് അങ്ങനെ എഴുതി. അടുത്ത നോക്കി ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 10 ഗുണം 1. 10 ഗുണം എത്രയാണ്? 10 തന്നെയാണ്. ഇനി ഡെസിമൽ പ്ലേസ് എണ്ണം 1, 2, 3, 4, 5. ഓൾറെഡി 2 ഡെസിമൽ പ്ലേസ് ഇവിടെ പോകും. 1, 2, 3, 4, 5ൻ്റെ സ്ഥാനത്ത് കുത്തു കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ സംഖ്യ നോക്കണം. ഒന്നാമത്തെ നമ്പർ കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാത്തിനും 0 അല്ലേ? ഇത് 0ആണ്, ഇത് 0ആണ്, ഇത് 0ആണ്, ഇതും 0ആണ്. രണ്ടാമത്തെ ഡെസിമൽ പ്ലേസ് നോക്കിയേ, ഇത് 0. പക്ഷേ ഇതിന് 1 നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഇതിന് 0, ഇതിനും 0. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ വലുത് ആരാണ്? നമ്മുടെ ബി ആണ്. ഉണ്ടോ? അങ്ങനെ ഡെസിമൽ പ്ലേസ് കമ്പയർ ചെയ്ത് എഴുതാൻ മതി. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും വലുതാണ് നമ്മളോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പരസ്പരം ഇവരെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എയും ബിയും സിയും ഡിയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂസ് എല്ലാം 0ത്തിലാണ് കിടക്കുന്നത്. രണ്ടാമത്തേൻ്റെ അകത്ത് വലിയ വാല്യൂ ആരാണ്? 0.1 ആണ്. ഇനിയും ഇങ്ങനെ നമ്മൾ എൽപ്പിക്ക് വീണ്ടും കുഴപ്പിക്കാൻ വെച്ചു. ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഡിയുടെ വാല്യൂ 0.0110 എന്നാണ് വന്നതെങ്കിൽ ഉണ്ടോ? ഇവിടെ രണ്ടിടത്ത് 1 വന്നു അല്ലേ? അപ്പോൾ അതിൽ വലുത് ആരാ നോക്കാൻ? ഇവന്മാരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ മതി. അടുത്ത നമ്പർ ഇതിൻ്റെ 0 ഇതിൻ്റെ 1 ആണ്. അപ്പോൾ അതിൽ വലുത് ആരായിട്ട് മാറും? ഡി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഡെസിമൽ പ്ലേസ് മിക്കപ്പോഴും ഓർമ്മയൊക്കെ ചോദിക്കത്തുള്ളൂ. നമ്മളെ അങ്ങനെ കുഴപ്പിക്കാൻ സാധ്യതയില്ല. ഇനി കുഴപ്പിക്കണമെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇട്ടതെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ഡെസിമൽ പ്ലേസ് കിട്ടിയില്ലെങ്കിൽ ലുക്ക് ഫോർ ദി നെക്സ്റ്റ് വൺ. അടുത്ത ഡെസിമൽ പ്ലേസിലേക്ക് നമ്മൾ നോക്കുക. അത് വേണം ചെയ്യുവാൻ കേട്ടോ. ഓക്കെ. ഇനി ഇതിൽ സ്മോൾ ആണ് ചോദിച്ചതെങ്കിലോ? അതൊന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ചെറുതാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്നെ എടുക്കണം. ഇതിൽ ചെറിയ വാല്യൂയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ അടുത്തേനെ. എന്നെ അടുത്തേനെ നിങ്ങൾ. സംഭവം സെയിമാണ്. ഇതേപോലെ തന്നെ കണ്ടുപിടിക്കണം. പക്ഷേ ഇതിൽ ചെറിയ വാല്യൂ ഏറ്റവും കൂടുതൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസ് വരുന്ന വാല്യൂ ഏതാണെന്നും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ എത്ര എഴുതും? 101 എഴുതുമ്പോൾ 101 1, 2, 3, 4 അല്ലേ? 1, 2, 3, 4, 5. ഓക്കെ. ഇവിടെ നമുക്ക് പോയിന്റ് കൊടുത്തു. ഇവിടെ നമ്മൾ 10 എഴുതിയിട്ട് 3, 2, 5 ആണ്. 1, 2, 3, 4, 5. ഓക്കെ. ഇവിടെ ഇപ്പോൾ ചെറുതാണ് ചോദിച്ചെങ്കിൽ എന്നെ എടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസ് ഉള്ളവനെ നോക്കണം. ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസ് ഉള്ള ആരാണ് ഇവിടെ? നോക്കിയേ, ഇവിടെ നോക്കിയേ 3 0 കഴിഞ്ഞിട്ട് 1. ശരിയല്ലേ? ഇവിടെ നോക്കിയേ ഇവന്മാരെല്ലാം 2 0 കഴിഞ്ഞവരോട് 1 വന്നു. ഓൾറെഡി വന്നുപോയി. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ആരായിരിക്കും? ഇവനാണ് വാല്യൂ കേട്ടോ. ഏറ്റവും അവസാനം പുറകിൽ പോയി വാല്യൂ വാങ്ങിക്കുന്നവനാണ് ഏറ്റവും ചെറിയവൻ. ഏറ്റവും ആദ്യം വാല്യൂ വാങ്ങിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ? തിരിച്ചും മറിച്ചും ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. എല്ലാത്തിനെയും പറ്റി നമ്മൾ ബോധവന്മാരായിരിക്കണം കേട്ടോ. ഓക്കെ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പാറ്റേൺ ഒരുപാട് ചെയ്താൽ സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ? നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. 10ാം ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠമാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? സമാന്തര ശ്രേണികൾ എന്ന് മലയാളത്തിൽ പറയും. അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ്. ഒന്നെങ്കിൽ സമ്മിൻ്റെ ഫോർമുല ഇട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം തന്നാൽ ഓർത്താണ്. ഇതിന് വെച്ചാൽ എന്തോ ഒരു ട്രിക്കുണ്ട്. നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതേപടി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1 + 2 + 3 + 4 + 5 അപ് ടു 150 വരെയുണ്ട് അപ്പോൾ ചോദിച്ചത്. ഇവിടെ വന്നപ്പം 50 വരെ കൊണ്ട് നിർത്തി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നോക്കിയേ 1, 2, 3, 4, 5 അങ്ങനെ തൊട്ട് 50 വരെയുള്ള സംഖ്യകളുടെ തുക 1275 ആണ്. അങ്ങനെയാണെങ്കിൽ 3, 6, 9, 12, 15 തൊട്ട് 150 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആദ്യത്തെ നമ്പർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. 1ൻ്റെ 3 ഇരട്ടിയാണ് 3 അല്ലേ? അടുത്ത നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? 2ൻ്റെ 3 ഇരട്ടിയാണ് 6 അല്ലേ? അടുത്ത നമ്പർ എടുത്ത് നോക്കി. 3ൻ്റെ 3 ഇരട്ടിയാണ് 9 അല്ലേ? അടുത്ത നമ്പർ ആകുമ്പോൾ എന്നാ വന്നേനെ? ഇവിടെ 4ൻ്റെ 3 ഇരട്ടി ഇവിടെ 12 വന്നേനെ അല്ലേ? ഇവിടെ 4 ഇവിടെ 12 വന്നേനെ. അവസാനത്തെ നമ്പർ നോക്കി. 50ൻ്റെ 3 ഇരട്ടിയാണ് 150. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തിയറി എവിടെയും ഫോം പോവും? നമ്മുടെ ഈ പറഞ്ഞ സമ്മിൻ്റെ അകത്തും ഫോം പോവും. എല്ലാത്തിൻ്റെയും 3 ഇരട്ടിയാണ് ഇപ്പറേ വന്നത്. അങ്ങനെയാണെങ്കിൽ 1275ൻ്റെ 3 ഇരട്ടി എത്രയായിരിക്കും?
I3 15 ശിഷ്ടം 1, 7 3 21 22 ശിഷ്ടം 2, ഒരു 3 3 2 3 6 2 8 1 3 3 3825 നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എളുപ്പം ഒരു മെത്തേഡ് കിട്ടാനായിട്ടാണ് ഈ പറഞ്ഞ സാധനം ആദ്യം തന്നത്. അല്ലാതെ ഇത് തന്നിട്ട് വീണ്ടും സമ്മിൻ്റെ ഫോർമുലയിലേക്ക് പോകാനായിട്ടൊരു ചാൻസ് വ്യഗ്രത തോന്നും. ഇനി അങ്ങനെ തോന്നുന്നവർക്ക് ആ ഇക്വേഷൻ തന്നെ കിട്ടും, ഈ വാല്യൂ തന്നെ നമുക്ക് കിട്ടും, 38 25 വാല്യൂ തന്നെ കിട്ടും. എങ്ങനെ കിട്ടും നോക്കിയേ, നമ്മൾ വാക്കുവാണെങ്കിൽ ഇപ്പോൾ 3 + 6 + 9 + എക്സെട്ര അപ് ടു 150 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് വേണ്ടത് അല്ലേ. 150 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ് വേണ്ടത്? ആയി നമ്മൾ എന്ത് എടുക്കണം? ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സമ്മിൻ്റെ ഫോർമുല അല്ലേ. സം ഈസ് ഈക്വൽ ടു n/2 × x1 + xn. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല ഇടാം. പക്ഷേ ഒരാൾ നമ്മുടെ കയ്യിലില്ല, n നമ്മുടെ കയ്യിലില്ല. സോ എന്നിൻ്റെ ഫോർമുല ഇട്ട് കൊടുക്കണം. n എന്താണ്? xn - x1/d + 1 അല്ലേ. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം, x1 എന്ന് വെച്ചാൽ ആദ്യ പദം, xn എന്ന് പറഞ്ഞാൽ അവസാന പദം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവസാന പദം എത്രയാണ്? xn എന്ന് പറഞ്ഞാൽ 150 മൈനസ് ആദ്യ പദം 3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 3 6 9 വെച്ച് പോകുമ്പോൾ പൊതുവ്യത്യാസം 3 + 1. 150 നിന്ന് 3 പോയാൽ 147/3 + 1. 147-ൻ്റെ എത്ര വട്ടം 3 ഉണ്ട്? 150 ആണെങ്കിൽ 50 വട്ടം വന്നതിന് അതിൽ നിന്ന് ഒരു 3 കുറവാണ്. സോ 49 + 1 എത്രയുണ്ട്? n നമുക്ക് കിട്ടി. n = 50. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 50 കിട്ടിയാൽ ഇവിടെ സമ്മിൻ്റെ ഇക്വേഷൻ അതിട്ട് കൊടുക്കാം. സം ഈസ് ഈക്വൽ ടു n/2 × x1 + xn ആണ്. സോ എന്നിൻ്റെ വാല്യൂ 50 കിട്ടി. 50/2 × ഫസ്റ്റ് വാല്യൂ 3, ലാസ്റ്റ് വാല്യൂ 150 അല്ലേ. അപ്പോൾ എന്നെ വരും 50ഉം 2ഉം തമ്മിൽ ക്യാൻസലായി പോയാൽ 25 × 150 × 3 എത്രയാണ്? 153 അല്ലേ. 150 × 3 150 + 3 153. ഇനി എന്ത് ചെയ്യണം? 153 × 25 ചെയ്യണം. I3 15 5 ഇഷ്ടം 1, 5 25 1 26 6 ഇഷ്ടം 2, 5 5 2 7, 3 2 6, I2 10 0 ഇഷ്ടം 1. അടുത്തത് 1 2 2 1 3 കൂട്ടുമ്പോൾ 5 6 6 12 ഇഷ്ടം 1, 7 1 8 3 3825 തന്നെ കിട്ടും കേട്ടോ. സം എന്നാണെങ്കിലും കിട്ടും. പക്ഷേ നിങ്ങൾ നോക്കി, ആദ്യത്തെ നമ്മൾ പടയെന്ന് ചെയ്തു, പക്ഷേ ഇവിടെ നമ്മളൊരു 2 മിനിറ്റിന് മുകളിൽ എടുത്തു. സോ ടൈം സേവിങ് വേണം. അതുകൊണ്ട് തന്നെ PSC ആണ്, നമ്മളെ ആരെയും നോക്കിയിരിക്കത്തില്ല PSC. 45 സെക്കൻഡേ വീണ്ടും വീണ്ടും കിട്ടത്തുള്ളൂ. കണക്കാണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ 40 സെക്കൻഡേ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുവാനായിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ റോങ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. എന്നാൽ പോലും നമുക്ക് വാല്യൂ എത്ര വരുമെന്ന് നോക്കാം. നോക്കിയേ, 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം? ഇവിടെ എല്ലാം മീറ്ററിലും താഴെ വന്നപ്പോൾ യൂണിറ്റ് തരാഞ്ഞാണ് ഇവിടെ പറ്റിയ തെറ്റ്, ക്വസ്റ്റ്യനകത്ത് പറ്റിയ തെറ്റ്. എന്നാൽ പോലും നമുക്കത് നോക്കാം. ഓക്കെ, നോക്കിയേ, 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കും? നമുക്കറിയാം, ഇവിടെ നമുക്ക് എന്താണ്, ഒരു ടാങ്ക് ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഒന്ന് വരച്ച് നോക്കി. ഇതൊരു ടാങ്കാണ് അല്ലേ. ഈ ടാങ്കിൻ്റെ അകത്ത് ഈ ടാങ്കിൻ്റെ അകത്ത് എന്താണ് നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2.5 മീറ്റർ. അതായത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 2.5 മീറ്ററാണ്. 2.5 മീറ്റർ. ഓക്കെ, 2.5 മീറ്ററാണ്. ഇനി എൻ്റെ വീതി എന്ന് പറയുന്നതോ 1 മീറ്റർ അല്ലേ. ഈ പറയുന്ന ഈ സാധനം എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉയരം അല്ലേ ഇവിടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വേറെ കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളളവ്? അകത്ത് മൊത്തം എത്ര ലിറ്റർ വെള്ളം കൊള്ളും? മൊത്തം 10,000 ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് കൊള്ളും, ശരിയല്ലേ. മൊത്തം 10,000 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളളവ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ടേം എന്താണ്? വോളിയം അല്ലേ. സോ വോളിയം ഓഫ് എ ക്യൂബ് എന്നായിരിക്കും? വോളിയം ഓഫ് എ ക്യൂബ് എന്നാ, അല്ലെങ്കിൽ വോളിയം ഓഫ് എ സിലിണ്ടർ എന്നാ നമ്മൾ പഠിച്ചതാണ് LBH അല്ലേ. ലെന്ത് ഇൻറ്റു ബ്രേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ നമുക്ക് എന്നാ കിട്ടും? ഇതിൻ്റെ വോളിയം കിട്ടും. സോ വോളിയം എന്ന് വെച്ചാൽ ഉള്ളളവ് നമുക്ക് കിട്ടും അല്ലേ. ഉള്ളളവ് കിട്ടാണ്ട് ലെന്തിനെ ബ്രെത്ത് കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ വീണ്ടും ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ ഉയരം ഗുണം വീതി ഗുണം എന്താണ് നമ്മുടെ നീളം ഗുണം വീതി ഗുണം ഉയരമാണ് നമ്മുടെ വ്യാപ്തം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ഇട്ട് നോക്കി. ഇവിടെ നമുക്ക് 2.5 ഗുണം 1 ഗുണം H = 10,000 ലിറ്ററാണ്. സോ ഈ ലിറ്ററെ നമുക്ക് ഇങ്ങോട്ട് എല്ലാം മീറ്ററിലാണ് നോക്കി, ഇതിനെ മീറ്റർ ക്യൂബിലോട്ട് കൊണ്ടുവരണം. നമുക്കറിയാം 10,000 ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചുകൊണ്ട്. 2.5 മീറ്റർ നീളം എന്ന് പറയുന്നത് 2.5 മീറ്ററാണ്.
വീതി ബ്രെത്ത് എന്ന് പറയുന്നത് 1 മീറ്ററാണ്. വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 10,000 ലിറ്ററാണ്. പക്ഷേ ഇത് രണ്ടും മീറ്ററിലായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? നമുക്കറിയാം 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നേരെ മീറ്റർ ക്യൂബിലേക്ക് കൊണ്ടുവരാനായിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ 3 0 ഇവിടെ 3 0 വെട്ടിക്കളഞ്ഞാൽ 10 മീറ്റർ ക്യൂബ് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ എല്ലാം മീറ്ററിനകത്ത് വന്നു. ഇനി നമ്മൾ ചെയ്ത മെത്തേഡ് ചെയ്താൽ മതി. വോളിയം ഈസിക്കൽ ടു L ഇൻറ്റു ബി ഇൻറ്റു ഹൈറ്റ് അല്ലേ. നീളം ഗുണം വീതി ഗുണം ഉയരം. സോ വോളിയം ഇപ്പോൾ എത്രയായി? 10. സോ 10 ഈസിക്കൽ ടു ലെന്ത് എത്രയാണ്? 2.5ക്ക് നമുക്ക് വേണമെങ്കിൽ 2.5 എന്ന് കൊടുക്കാം. 2.5 ഇൻറ്റു ബ്രെഡ്ത്ത് 1 ഉണ്ട് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് 1നെ ഒഴിവാക്കാം അല്ലേ. 1 ഗുണം ഏത് നമ്പർ ചെയ്താൽ ആ നമ്പർ തന്നെയല്ലേ. സോ 10 ഈസിക്കൽ ടു 2.5 ഇൻറ്റു എച്ച്. സോ ഹൈറ്റാണ് ചോദിച്ചത്. ഹൈറ്റ് ഈസിക്കൽ തന്നെ വരും. നമുക്കറിയാം 10 ഭാഗം 2/5 മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ സൈൻ അപ്പുറം ആരായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. സോ എച്ചിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പം 10 ഭാഗം 2/5. 10ൽ എത്ര 2/5? 10ൽ എത്ര 2/5 ഉണ്ട്? എത്ര 2/5 ഉണ്ട് 10ൽ? 4 വട്ടം അല്ലേ. 2/5 2/5 2/5 2/5 അല്ലേ. 4 വട്ടം 2/5 കൂട്ടിയാൽ 2.5 കൂട്ടിയാൽ 4 വട്ടം 2.5 കൂട്ടിയാൽ 10 കിട്ടും. സോ ഇവിടെ വരേണ്ടത് 4 മീറ്ററാണ് വരേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഇവിടെ ഇല്ല. ഈ പറയുന്ന ഓപ്ഷൻ അതില്ല. ഇനി ഇതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4000 വരും. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സെൻറ്റിമീറ്റർ നമുക്കറിയാമല്ലോ. 4 മീറ്റർ എന്ന് വെച്ചാൽ 400 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു ഓപ്ഷൻ കൂടി വരാം കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞും കളിക്കാം. അതിലേത് വേണേലാകുന്ന അവർ തീരുമാനിക്കട്ടെ. നമുക്കതിൽ റോളില്ല. കണ്ടു തന്നാൽ മതി കേട്ടോ. നമ്മളെല്ലാം പരീക്ഷ എഴുതി കഴിഞ്ഞല്ലേ. നമ്മളിനി കണ്ടു തന്നാൽ മതി. ക്യാൻസലായി പോകാൻ സാധ്യത കൂടുതൽ കേട്ടോ. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പാറ്റേണുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ്? ഒരു ക്ലോക്കിലെ സമയം 8:30 അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? വളരെ എളുപ്പം കണ്ടുപിടിക്കുക അല്ലേ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വരച്ച് കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഏത് രീതിയിലാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? വരച്ചാണ് ഇക്വേഷൻ ഇട്ടാണോ? വരച്ച് കണ്ടുപിടിക്കണേ പെട്ടെന്ന് തീരും. ഇക്വേഷൻ ഇട്ടാൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, 2 രീതി നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, 8:30 പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലോക്ക് വരച്ച് ചെയ്യുവാണ്. ആദ്യം വരയ്ക്കുകയാണ്. ഒരു വട്ടം വരയ്ക്കുക. ക്ലോക്ക് വരയ്ക്കുക. 12 6 3 9 അല്ലേ. ചോദിച്ച സമയം 8:30. സോ 1 2 4 5 7 8 10 11. 8:30 ആകുമ്പം ചെറിയ സൂചി 8ലും വലിയ സൂചി 6ലും വരണം അല്ലേ. നമ്മൾ പഠിച്ച മറ്റൊരു കോൺസെപ്റ്റാണ്. ഓരോ 5 മിനിറ്റിനും ഇടയിലുള്ള എന്താണ് കോണളവ് എന്ന് പറയുന്നത് 30 സോ 30 ഇവിടെ വരും. 6നും 7നും ഇടയ്ക്ക് 30 വരും. 7നും 8നും ഇടയ്ക്ക് 30 വരും. സോ നമുക്ക് അവിടെ 60 ഡിഗ്രി ഓൾറെഡി കിട്ടി. ഇനി നോക്കിയേ, 8 കഴിഞ്ഞിട്ട് 12ലേക്കാണ് സൂചി പോകുന്നത്. നമ്മുടെ സമയം 8:30 അല്ലേ. 12ലേക്കാണ് സൂചി പോകുന്നത്. അപ്പം നോക്കിയേ, 12നോട് അടുക്കുമ്പം മിനിറ്റിൻ്റെ പകുതി എടുത്ത് കൂട്ടണം. മിനിറ്റിൻ്റെ പകുതി എത്രയാണ്? 30ൻ്റെ പകുതി 15. സോ കൂട്ടുമ്പോൾ നമുക്ക് 0 5 5 6 1 7 75 ഡിഗ്രി കിട്ടും. അതാണ് ഉത്തരം വരേണ്ടത്. ഇനി അതല്ല നിങ്ങൾ ഇക്വേഷൻ ഇട്ടാ ചെയ്യുന്നതെങ്കിൽ 8:30 ഇക്വേഷൻ ഇട്ടാൽ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? 30h മൈനസ് 11/2 m അല്ലേ. ഈ ഇക്വേഷൻ ഇട്ടാലും കിട്ടും കേട്ടോ. 30h മൈനസ് 11/2 m. h എന്ന് പറഞ്ഞാൽ ഹവർ, m എന്ന് പറഞ്ഞാൽ മിനിറ്റ്. എച്ചിൻ്റെ സ്ഥാനത്ത് 8ഉം എമ്മിൻ്റെ സ്ഥാനത്ത് 30ഉം ഇട്ട് കൊടുക്കണം. അപ്പോൾ നോക്കിയേ, എച്ചിൻ്റെ സ്ഥാനത്ത് 8 ഇട്ട് കൊടുത്തേ. 30 ഗുണം 8 മൈനസ് 11/2 ഗുണം മിനിറ്റിൻ്റെ സ്ഥാനത്ത് എന്നായിട്ട് കൊടുക്കണം? 30 അല്ലേ. 30 ഇട്ട് കൊടുക്കണം. ഇനി വെട്ടിക്കളയാലും വെട്ടിക്കള. അപ്പം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റുമ്പോൾ? 3 8 24. സോ 240 മൈനസ് വെട്ടിക്കളഞ്ഞാൽ 15 കിട്ടും. സോ 11 ഗുണം 15 എത്രയാണ്? 11 ഗുണം 15 എന്ന് പറയുമ്പോൾ ഓരഞ്ച് 5 ഓരഞ്ച് 5 ഓരോന്നൊന്ന് 5 5 1 6 1 165. അപ്പോൾ 240 165 കുറയ്ക്കുമ്പോൾ എത്ര വരും? 240 മൈനസ് 165 കുറയ്ക്കുമ്പോൾ 0.5 പോകത്തില്ല, കടമെടുക്കണം. 3 ഇവിടെ 10 7 2 3 6 പോകത്തില്ല, കടമെടുക്കണം. 13 6 പോയാൽ 7 ഇവിടെ 5 അല്ലേ. യെസ്, 15 പോയാൽ 5. ഓക്കെ, 7 1 1 പോയാൽ 0. അപ്പോൾ എത്ര കിട്ടി ഇവിടെ? 75 തന്നെ കിട്ടി. കണ്ടോ? ചില സ്റ്റെപ്പ് കൂടുതലാണ്. ക്ലോക്ക് വരച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. എങ്ങനെയാണല്ലോ ഉത്തരം കിട്ടിയാൽ മതി. ഇനിയും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വട്ടങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ 75ന് പകരം ഇപ്പം 195
അല്ലെങ്കിൽ 210 ഒക്കെ വരുവാണെങ്കിൽ എന്നാ എടുക്കണം? ഇതാണോ ഡിഗ്രി? ഇതാണോ കോണളം എന്ന് പറയുന്നത്? അല്ല. പകരം എന്നാ എടുക്കണം? 180 മുകളിലാണ് കേട്ടോ. ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ 30h മൈനസ് കേട്ടോ, ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. 30h മൈനസ് 11/2 m നമ്മൾ ചെയ്തിട്ട് 180 മുകളിലാണ് വാല്യൂ എങ്കിൽ കേട്ടോ, 180 മുകളിലാണ് വാല്യൂ എങ്കിൽ ആ വാല്യൂവിനെ എവിടുന്ന് കുറയ്ക്കണം? 360 നിന്നും കുറച്ചിട്ട് വേണം, 360 നമ്മുടെ വാല്യൂവിൽ നിന്നും കുറച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. ഉത്തരം എഴുതാൻ. അല്ലാതെ എഴുതിയാൽ തെറ്റും. ഈ കുറച്ച് കിട്ടുന്ന വാല്യൂ നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് കാണും. ഇത് 360 കുറച്ചുള്ള ഈ വാല്യൂ കുറച്ചുള്ള വാല്യൂ ഉത്തരത്തിൽ കാണും. സോ ഉത്തരം എന്താണ്? 360 നിന്നും ആ വാല്യൂ കുറച്ചതിന് ശേഷമാണ് നിങ്ങളത് ചെയ്യേണ്ടത്. അല്ലാണ്ടെങ്കിൽ തെറ്റും കേട്ടോ. ഓർത്തിരിക്കണം കേട്ടോ. എന്താണ് പറഞ്ഞത്? നമുക്ക് ഈ 30h മൈനസ് 11/2 m നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ 180 കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂവിനെ 360 നിന്നും കുറച്ചതിന് ശേഷം വേണം നമ്മളത് ചെയ്യുവാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റും കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത് കൂടുതലായിരുന്നു, 180 കൂടുതലായിരുന്നു. സോ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. അത് നമ്മൾ നോക്കിയിട്ട് വേണം പോകുവാൻ. പിന്നെ അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കോൺസെപ്റ്റാണ്, അതായത് ഇപ്പം 210 210 ഇതിൻ്റെ സമയം എത്രയാണ് ചെയ്ത് നോക്കി? 210ൻ്റെ സമയം എത്ര കണ്ടുപിടിക്കാൻ പറയാം. PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ 210 210 സമയം എത്ര ചോദിച്ചാൽ, സോറി ഡിഗ്രി എത്ര ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? എന്നാ പറയും? ചെയ്ത് നോക്കി. നിങ്ങൾ ഇട്ട് തോന്നി ചെയ്ത് കാണിച്ച് അപ്പോൾ അറിയാമല്ലോ. 210 ആണെങ്കിൽ നിങ്ങൾ എത്ര വാല്യൂ എഴുതും? അതാണ് എനിക്കറിയേണ്ടത്. 210 ആണെങ്കിൽ വാല്യൂ എത്ര എഴുതും? പെട്ടെന്ന് പറ. 52 53 വരെ സമയം തരാം. 45 സെക്കൻഡ് തന്നാൽ മതി. പക്ഷേ ഞാൻ 1 മിനിറ്റ് തരുക. അതിനൊരു സൂത്രവാക്യമുണ്ട്. ഓക്കെ, ഇത് 75 കേട്ടോ. യെസ്. ഓക്കെ, കിട്ടിയോ? 210 52 ഇപ്പം 53 ആവും. 5 ഡിഗ്രി ആകും കേട്ടോ. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 30h മൈനസ് 11/2 m ആണ് കണ്ടുപിടിച്ചത്. ആണോ? ആണോ? ഓക്കെ, അങ്ങനെ ഇട്ടാലും കിട്ടും. പക്ഷേ ഇതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കിയാൽ 210 എന്ന് വെച്ചാൽ 2 സൂചി ഒരുമിച്ചല്ലേ വരേണ്ടത്? ഇവിടെ അല്ലേ 1 2 3 എന്ന് പറയുമ്പം ചെറിയ സൂചി 2ലും വലിയ സൂചിയും 2 തന്നെയല്ലേ നിൽക്കേണ്ടത്? ശരിയല്ലേ? ചെറിയ സൂചിയും വലിയ സൂചിയും ഒരേ സംഖ്യയിൽ തന്നെയല്ലേ പോയിന്റ് ചെയ്യുന്നത്? മനസ്സിലായോ? 210ൻ്റെ പ്രത്യേകത എന്താ? ഈ 210 എന്ന് പറഞ്ഞ സമയം എടുക്കുകയാണെങ്കിൽ വലിയ സൂചിയും ചെറിയ സൂചിയും ഒരേ നമ്പറിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. തന്നിരിക്കുന്ന മിനിറ്റ് എത്രയാണ്? 10. അതിൻ്റെ പകുതി എത്രയാണ്? 5. കണ്ടോ? അങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. അതൊരു കോഡായിട്ട്, അതൊരു ടിപ്പായി അതിനകത്തുള്ളൂ കേട്ടോ. അതുകൂടി ഓർത്തിരിക്കണം. നമ്മുടെ ചെറിയ സൂചിയും വലിയ സൂചിയും ഒരേ നമ്പറിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്നാ സംഭവിക്കണം? നമുക്ക് തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി എടുക്കുക. അതിൽ നിന്ന് എന്നാ എടുക്കണം? നമ്മുടെ ആ ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് പോയിട്ട് UPS ഇപ്പോൾ നിന്ന് പോകുമായിരിക്കും. ഇതുകൂടി ചെയ്തിട്ട് വേണം നിർത്താം കേട്ടോ. നോക്കി, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ചെറിയ സംഖ്യ ഏത്? എന്താണ് ഒരു സംഖ്യ എന്ന് പറയുന്നത്? മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ 3 മടങ്ങിനോട് 2 കൂടുതലാണ്. പിന്നെ എന്താ പറയുന്നത്? നമ്മുടെ ആ ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഒരു കാര്യം ചെയ്യ്, ചെറിയ സംഖ്യനെ x എന്ന് വിളിക്കുക. ചെറിയ സംഖ്യനെ x എന്ന് വിളിച്ചാൽ മറ്റൊരു സംഖ്യ എന്നാ വരും? നമുക്കറിയാം 3 മടങ്ങിനേക്കാൾ 2 കൂടുതൽ. അപ്പോൾ എക്സിൻ്റെ 3 മടങ്ങ് വരുമ്പം 3x + 2 ആയിരിക്കണം അല്ലേ? ഇനി രണ്ടാമത്തെ തീയതി എന്താണ്? ചെറിയ സംഖ്യയുടെ 4 മടങ്ങ്, അതായത് ചെറിയ സംഖ്യ x ആണെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് വരുമ്പം 4x അല്ലേ? 4x ആണ് അതിൻ്റെ വലിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പം 4x = എന്താണ്? 3x + 2 നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, നമുക്കറിയാം 4x ഇവിടെ 3x ഈക്വൽ സൈൻ ഇപ്പുറം വരുമ്പോൾ നമുക്കറിയാം ഇത് പ്ലസ് ആയിട്ട് കിടക്കുവാണ്. പ്ലസ് ഈക്വൽ സൈൻ ഇപ്പുറം വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും. സോ 4x നിന്നും
3x പോയാൽ എത്ര വരണം? നമുക്ക് 2 കിട്ടണം. നമുക്കറിയാം 4x നിന്ന് 3x പോയാൽ എത്രയാണ്? 1x. അതിന് മനസ്സിലാക്കേണ്ട എപ്പോഴും പറയുന്ന എക്സാമ്പിൾ അല്ലേ. എൻ്റെ 4 മിഠായി ഉണ്ടായിരുന്നു, ഒരാൾ വന്ന് എൻ്റെ 3 മിഠായി വാങ്ങിച്ചുകൊണ്ട് പോയാൽ എൻ്റെ എത്ര മിഠായി ഉള്ളൂ? 1 മിഠായി ഉള്ളൂ. 1 മിഠായി എന്ന് വെച്ചാൽ ഒന്നെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ അതിൻ്റെ അർത്ഥം അല്ലേ. മിഠായി തന്നെ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ x = 2 ആണ് ഇവിടുത്തെ വാല്യൂ. കിട്ടിയോ? ഓക്കെ. അപ്പോൾ ആ രീതിക്ക് ചെയ്യണം കേട്ടോ. ഇനിയുള്ള ഈ 3 ക്വസ്റ്റ്യൻ കേട്ടോ, ഈ 3 ക്വസ്റ്റ്യൻ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് UPS കിടന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ ഇത് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാം കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പോകത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മുടെ സിലബസിൻ്റെ അകത്ത് LPS പരീക്ഷയാണെങ്കിൽ പോലും കട്ടിയുള്ള രീതി ചോദിക്കാം കേട്ടോ. അത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായി നമ്മുടെ സമയം ഒരുപാട് എടുക്കും. അതേപോലെ തന്നെ നമുക്കറിയാലോ ഭിന്നസംഖ്യകളുടെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഉള്ളതൊക്കെ ബേസ് തുടങ്ങുന്ന അവിടെയാണ്. LP ഇല്ലെങ്കിൽ പോലും UPയിലുള്ള കാര്യത്തിന് ചോദിക്കും. 8ാം ക്ലാസ്സിലുള്ള സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവെയർ ആയിരിക്കണം. എല്ലാ പോർഷൻസും ഒന്നും കിട്ടുതരുന്നുണ്ട്, ശരിയല്ലേ? ഗ്രൂപ്പിൽ ഫോർവേഡ് ആണ്, അത് ഇരുന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാ, ഗണിതം നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ലാതെ മനസ്സിലാവത്തില്ല, ഉറപ്പാണ്, 100% ഉറപ്പാണ്. എന്നാ കണ്ടു പഠിച്ചാലും വായിച്ച് പഠിച്ചാലും ഗണിതം എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ തലയ്ക്കകത്ത് കയറത്തില്ല. അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കോമൺ ഗ്രൂപ്പുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ അറിയാവുന്നവരുണ്ട്, ഞാൻ സഹായിക്കാനായിട്ടുണ്ട്. അയച്ചെന്നാൽ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ ആ രീതിക്ക് ചെയ്യുക, പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ബോറടിക്കുമ്പോൾ കണക്കെടുത്ത് ചെയ്തു കേട്ടോ. അപ്പോൾ കണക്കിനോട് ഒരു ഇഷ്ടം തോന്നിക്കോളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക. നമുക്കിത് നാളെ വൈകിട്ടത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ സോഷ്യൽ സയൻസിൻ്റെ കീ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കീ ഞാൻ ഓൾറെഡി ഇട്ട് തരാം. നമ്മുടെ ഈ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ക്ലാസ് ഇട്ട് തരാം. അത് വായിച്ചിട്ട് കയറാമെങ്കിൽ അത്രയും കൂടി നിങ്ങൾ പഠിച്ചോളൂല്ലോ കേട്ടോ. ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നേരത്തെ ഫോർവേഡാക്കി പഠിച്ചു നോക്കുക. നമുക്കിനി ആകെ 11 ദിവസം നമ്മുടെ കയ്യിലുള്ളൂ. സോ അതിൻ്റെ കീ നമുക്ക് ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് അവിടെ ഫോർവേഡാക്കി തരാം. ആയിട്ട് ഒരു 10-12 ക്വസ്റ്റ്യൻ്റെ ഫോർവേഡാക്കി തരാം. അതിന് ശേഷം നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടൻറ്റ് കൂടി തരാം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. സമയം കളയരുത്, 11 ദിവസമേ ഉള്ളൂ. പഠിക്കണം കേട്ടോ. മിനിറ്റുകൾ എടുത്ത് നോക്കിയാൽ വളരെ 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 ചെറിയ സമയം മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടാൻ. സോ ആ ഒരു പേടി മനസ്സിലുണ്ടായിരിക്കും കേട്ടോ. പേടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ പേടിയോട് കൂടി ഇരുന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും പെട്ടെന്ന് വരുന്നു പഠിച്ചോ കേട്ടോ. യെസ്.